ഹലോ ഗൈസ്, കുറേ നാളുകൾക്ക് ശേഷം വീഡിയോ വോയിസ് ഓവറിലിട്ടതാണ്. അതെന്താണെന്ന് പറയുക, വോയിസ് ഓവറില്ലാണ്ട് ആ വീഡിയോ ഇട്ടാം. എന്താണ് എൻ്റെ സ്റ്റോറേജ് സ്പേസ് ഇരുന്ന് അത് കാരണമാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. കുറേ പേര് നോക്കിയപ്പോൾ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കണ്ടിട്ടാണ് പോകണം. അങ്ങനെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ടും പോകണേ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സെൻസിറ്റിവിറ്റി 100 കളിക്കാൻ പോകണം. ജയിക്കാൻ പറ്റുമോ നോക്കാം. അവസാനത്തെ മാച്ച് കണ്ടോട്ടാ. അവസാനത്തെ അല്ല, 4ാമത്തെ മാച്ച്. PC പ്ലെയറാണ്. എനിക്ക് തിരിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അറിഞ്ഞുകൊണ്ടിരുന്നല്ലേ ഇത്. ഒന്നും കാണാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര സ്പീഡാണ്. ഇപ്പം ഇതിൽ മോഷൻ ബ്ലർ ഇതിലും ഉണ്ട്. പക്ഷേ ഇതിലെ മോഷൻ ബ്ലർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ആ സാധനം ഇട്ടിട്ടുണ്ടല്ലോ. സെൻസിറ്റിവിറ്റി കൂടുതലായതുകൊണ്ട് മോഷൻ ബ്ലർ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പിന്നെ ഇവനെ പോലത്തെ പ്ലെയറിനെ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടില്ല. TNT കൊണ്ട് ജമ്പ് ചെയ്തിട്ടാണ് വന്നത്. മണ്ട തന്നെ. ഞാൻ ബട്ടർഫ്ലൈ അല്ലട്ടാണ്, തം ഫിംഗറാ. അറിയാം, ഇത് മറ്റേ റെക്കോർഡിലാണ്ടേ. ഇനി അടുത്ത വീഡിയോ ഹൈ സ്കൈ വാർസിൻ്റെ ഉണ്ടായ. ഹൈ സ്കൈ വാർസ് ബെഡ് വാർസും ഫസ്റ്റ് ടൈം കളിക്കണം. പിന്നെ സെക്കൻഡ് ടൈം കളിക്കണം പറഞ്ഞോണ്ടേ അതിൽ കണ്ടു നോക്ക്. എൻ്റെ വിക്ടറി ലാസ്റ്റ് മാച്ചിൽ ആദ്യമായിട്ടാണ് ഞാൻ ജയിച്ച. സാധാരണ ആൾക്കാരങ്ങനെ നമ്മൾ ബെഡ് പൊട്ടിക്കാൻ പോകുമ്പോൾ തിരിച്ചോടി വരും. ഇവനെന്താണ് വട്ടുണ്ടാകുന്നത് എനിക്കറിയാൻ പാടില്ല. വട്ടുണ്ടാവില്ല, എന്നാലും എന്താ ബെഡ് വേണ്ടേ. ഞാൻ നോക്കിയപ്പോൾ TNT വെച്ച് പോകണം. അവിടെ വണ്ടേ അത്ര ആയിട്ട് നിന്ന് ചാവൂല്ലേ TNT ഇട്ടിട്ട്. ഭാഗ്യത്തിന് ഈ പ്രാവശ്യം ഒന്നും പറ്റിയില്ല. എമറാൾട്ടും കൊണ്ട് പോയേക്കണം. ഈ കളി ഞാൻ തോക്കോട്ടാ ഗൈസ്. കണ്ടോ, നിങ്ങൾക്കുള്ളിൽ വിചാരിക്കണ്ട അവൻ നൂബാണ് നിന്ന് തോക്കും. ഉണ്ടായി മണ്ടാർമർ വാങ്ങും. അതിലെൻ്റെ തെറ്റില്ല. ഞാൻ ഒരു ഐറൺ ആർമർ അത് കൊണ്ടല്ല എൻ്റെ ആട്ടുറവായി. കാരണം എന്തോ ഒരു സ്കെൽട്ടൺ ആർമൻ സ്പോൺ ചെയ്യും. ഞാൻ ഫയർ ബോൾ എറിഞ്ഞ, പക്ഷേ സ്കെൽട്ടൺ ആർ സ്പോൺ. ഇതിലെന്നെ കൊല്ലാൻ പറ്റൂല. ഞാൻ അവനെ തീർക്കും. പിന്നെ ഒരാട്ടിലാവുണ്ട് വേണം. അത് അറിയാം. അല്ല, ഒരാട്ടല്ല, 2 ആട്ട്. പക്ഷേ ഇവന് ഫൈറ്റ് ചെയ്യാനൊക്കെ അറിയാം. ഞാൻ TNT വാങ്ങാൻ പോയേക്കണേ. TNT അല്ല, ആർമറൊക്കെ വാങ്ങുന്നതാണ്. ഞാൻ മറന്നു. TNT വാങ്ങിയിട്ടാ. എന്നെ പൊട്ടത്തരോ. ഞാൻ ഇവിടെ എത്തിയിട്ടവന് ഒരു മൈൻഡും ഇല്ലാണ്ടേ പോകണം. ആദ്യമായിട്ട് ഇങ്ങനത്തെ പ്ലെയേഴ്സിനൊക്കെ കാണണം ഗൈസ്. പിന്നെ ഇതെന്താണ് പൊട്ടിക്കനാണ് ബെഡ്. അവൻ ആപ്പിളേക്കും പൊട്ടിക്കൻ. ഞാൻ ആപ്പിൾ വാങ്ങും. കുറച്ചൊരു ആപ്പിൾ നിന്നിട്ടും പോകും. ഞാൻ ആദ്യമേ എടുത്ത് ഗോൾഡ് ചിലവരെടുക്കുമായിരുന്നേ. അപ്പോൾ ഞാനെടുത്ത് ബെഡ് ഡിസ്ട്രോയിഡ്, ഐറൺ സോഡ്. പിന്നെ ഈ ടെക്സ്റ്റർ പാക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻ്റ് അടിക്കട്ടെ. പിന്നെ കമൻ്റ് അടിക്കാത്തവർ കമൻ്റ് അടിക്കണം. ഡൗട്ടുണ്ടെങ്കിൽ ഇതാണെന്ന് വെച്ചാൽ ബട്ടർഫ്ലൈ ക്ലിക്കിങ് അങ്ങനത്തെ അതിനെ പറ്റിയൊക്കെ. പിന്നെ ഇതിൽ ഇപ്പം ഞാൻ പറയാൻ വന്നത് എന്തായിരുന്നു, പിന്നെ ബട്ടർഫ്ലൈ ക്ലിക്കിങ്. പിന്നെ ഞാൻ അടുത്ത വീഡിയോ ഗ്ലിപ്പ് റെക്കോർഡറില്ല, അതിൽ നിന്ന് എടുത്തേക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ആ വെള്ള വര കാണാൻ പറ്റില്ല. ഞാൻ അങ്ങനെ നീക്കണേന്ന്. ഈ ഇൻവെൻട്രി HUD മോഡ് കണ്ട, അത് നല്ല മോഡാണ്. പക്ഷേ ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല. ആവശ്യം വരുമ്പോൾ ശ്രദ്ധിക്കും. പിന്നെ ഹൈവിൻ്റെ സ്കൈ വാർസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബെഡ് വാർസിനേലും ഈസി ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഇനി വേറൊരു കാര്യം പറയട്ടെ, ബെഡ് വാർസിന് ഞാനിപ്പോൾ ലെവൽ 5 ആണ്. 4 ആയിരുന്നു ആ വീഡിയോ എടുത്തപ്പോഴേക്കും. എന്നുവെച്ചാൽ ഞാൻ പണ്ട് കളിച്ചിട്ടുണ്ട് സീസൺ 2. സ്കൈ വാർസിൻ്റെ സീസൺ ഇല്ലല്ലോ, ബെഡ് വാർസിൻ്റെ സീസൺ 2 കളിച്ചിട്ടുണ്ട്. സീസൺ 2 അത് കഴിഞ്ഞ് കളിച്ചിട്ടില്ല, കുറച്ച് പ്രാവശ്യം മാത്രം. എന്നുവെച്ചാൽ ബെഡ് വാർസ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ലെവൽ 4 ആണ് ഞാൻ ബെഡ് വാർസ്. അപ്പോൾ ഇത് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ലെവൽ 5 ആയി. അതിൽ അവസാനത്തെ കളി ഞാൻ ജയിക്കാൻ പോകും. ഇവൻ ഇൻവിസിബിൾ ആയി. അതെങ്ങനെ കണ്ടെന്ന് വിചാരിക്കാൻ ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. ഫാനിൻ്റെ സൗണ്ട് കേൾക്കാണ്ടിരിക്കാൻ ഞാൻ AC ഇട്ട് വെക്കണേ. അത് റെക്കോർഡ് ചെയ്യുമ്പോൾ സൗണ്ട് വരുമായിരുന്നല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചിലവർ. അപ്പോൾ AC ഇട്ട് വെക്കണേ. അല്ല, പിന്നെ വേറെ ആരുമുണ്ട്. എന്താ ഫോട്ടോ കാണിക്കാനെന്നറിയോ, സൂം ചെയ്ത് കാണിക്കാനെന്നറിയോ. സൂമിൽ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഫോട്ടോ റെക്കോർഡ് ചെയ്യുന്നപ്പോൾ മര്യാദ കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഞാനിപ്പോൾ നോക്കിയപ്പോൾ കിട്ടില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചതാണ്. അവിടെ ഒരു വെള്ള സാധനം പാർട്ടിക്കിൾസ് കണ്ടായിരുന്നു. അത് ഞാൻ കണ്ടായിരുന്നു അവിടെ നിന്ന് ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് എത്തിയപ്പോൾ. അവിടെ ഞാൻ അങ്ങോട്ട് പോയി എമറാൾഡ് കളക്ട്.
ഇപ്പം എൻ്റെ കയ്യിൽ 4 എമറാൾഡ് ഉണ്ട്. ഇൻവെൻട്രി ചൂടിൻ്റെ ആ മോഡിൻ്റെ അവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക്. ഞാൻ എന്ത് ഭ്രാന്തായി കാണിക്കണമെന്ന് അറിയില്ല. അടിയിട്ട് കാടിയാക്കണം മണ്ടത്തരത്തിനെ. പക്ഷെ എന്തായാലും കളി തീർന്ന്. ഒരടി അടിച്ച്. 1 ബെഡ് ബ്രോക്കൺ 2 kills 6 XP. പിന്നെ ഈ ലെവൽ പോലെ കിടക്കണം അടിയിൽ. അത് XP അല്ല കേട്ടോ, അത് ക്രെഡിറ്റാണ്. എന്ന് വെച്ചാൽ ക്രെഡിറ്റ്സ് കുറേ ഉണ്ടാവില്ല XPയിൽ. എനിക്ക് ക്രെഡിറ്റ്സ് ഇത്തിരി വേണം. ലോൽ എന്ന് പറഞ്ഞാൽ എനിക്ക് പിടിച്ചില്ല. അപ്പം ഞാനും ലോൽ എന്ന് പറഞ്ഞു. ഈ കളി ഞാൻ ജയിക്കും. ഈ കളി ഞാൻ ഒന്നും കൊടുക്കില്ല. ഞാനും TNT കേട്ടു. എന്ത് പൊട്ടന്മാരുണ്ട് ഇന്നത്തെ കാലത്ത്. പക്ഷെ കുറച്ച് പേര് ഇപ്പോഴും ഹാക്സ് യൂസ് ചെയ്യണില്ല. നല്ല റീച്ച് അവർ ഫുള്ള് റീച്ച് യൂസ് ചെയ്യണം. ചിലവർ റീച്ച് ഇത്തിരി കൂട്ടിയിട്ട് കളിക്കും. എനിക്കൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. എന്നുവെച്ചാൽ കാണാൻ പറ്റിയില്ലെന്നല്ല, സെൻസിറ്റിവിറ്റി ഭയങ്കര സ്പീഡിൽ തിരിയണം. നിങ്ങൾ 100 സെൻസിറ്റിവിറ്റി കളിച്ച് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. മോഷൻ ബ്ലറുള്ളതുകൊണ്ട് ഇത്തിരി സ്ലോ ആയിട്ട് തോന്നി. ഇത്തിരി എന്ന് വെച്ചാൽ ഇത്തിരി ബ്ലറാക്കുമല്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാം. പിന്നെ ഇതിൽ മോഷൻ ബ്ലർ അത്ര മര്യാദക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെന്താണ്, പിന്നെ ജീവൻ അടിയിട്ട് ഇതാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ പൊട്ടൻ തന്നെ. എന്നിട്ട് എന്താ ഈ സാധനം കാണിച്ചതെന്ന് മനസ്സിലായില്ല എനിക്ക്. എന്നിട്ട് അവസാനം ഒരാട്ടി എത്തിയപ്പോൾ ഹാഫ് ആട്ട് എത്തിയപ്പോൾ സ്വാഡ് എടുത്തേക്കണം. ഇവളെയൊക്കെ ഞാൻ വെട്ടിയിട്ടുണ്ടാവില്ലേ, അല്ല കൊന്നിട്ടുണ്ടാവില്ലേ. വാസ് നോട്ട് സ്പൈസി ഇനഫ്. സ്പൈസിയാ ഇതെന്താ കൊറിയൻ രാമന. അയ്യോ നല്ല തീറ്റി വീണ് ഞാൻ. പൊട്ടണ ട്രാപ്പ്. പിന്നെ ഇതൊരു ട്രാപ്പിംഗ് ഐഡിയ. ഇങ്ങനെ നോക്കുമ്പോൾ അവരെന്തായാലും കാണും. അപ്പോൾ അവരുടെ ഇങ്ങനെ നമ്മൾ സേഫ് ബ്രിഡ്ജ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഒരെണ്ണം മോളി വെച്ച് സേഫ് ബ്രിഡ്ജ് ചെയ്യൂലേ, അത് ചെയ്താൽ മതി. ഞാൻ ഇതിൽ കണ്ടോട്ടാ എനിക്ക് ലോലി പറയാൻ തോന്നി. പക്ഷെ അടുത്ത ഇവനല്ല വന്ന് പാവം അവൻ്റെ പിങ് ഇഷ്യൂസ് എന്നുവെച്ചാൽ വൈഫൈ നെറ്റൊക്കെ ഉണ്ടാവില്ലേ, നെറ്റ് PC പ്ലെയറാണ് കേട്ടോ. എൻ്റെ സ്കില്ല് കൂടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. PC പ്ലെയറിനെ കൊല്ലുന്നത് ഇത്തിരി ബട്ടർഫ്ലൈ ചെയ്യും കാരണം. പക്ഷേ എനിക്ക് ബട്ടർഫ്ലൈ അറിയില്ല. ഫിംഗറാണ് ഞാൻ ബട്ടർഫ്ലൈനിൽ നല്ലോണം ചെയ്യണം. ആദ്യം ഞാൻ ഫിംഗർ വെക്കും. ഫിംഗറിൽ ഞാൻ ഇവനെ കൊല്ലും. ബട്ടർഫ്ലൈ ഞാൻ ഇത്തിരി ട്രൈ ചെയ്ത് നോക്കും. പക്ഷെ ബട്ടർഫ്ലൈ എനിക്കിപ്പോൾ ഇത്തിരി അറിയാം. ഞാൻ ഇത്തിരി പഠിച്ച്. ഇത് നല്ല CPS ആണ്. അത്ര CPS ഇല്ല, ഞാൻ ഇത്തിരി ന്യൂബാന്നാണ്. മറ്റേ ഞാനൊരു വീഡിയോ ഇട്ടില്ല, ക്രിസ്റ്റ്. ആരാണ് അവൻ? ക്രിസ്റ്റാ അങ്ങനെ എന്തോ പേരായിരുന്നു, എനിക്ക് മനസ്സിലായില്ല. അത് ഇംഗ്ലീഷ് യൂട്യൂബറാണ്. വലിയ കയ്യാവൻ്റെ. ബട്ടർഫ്ലൈയും ചെയ്യും, ഇടയ്ക്ക് ജീറ്ററും ചെയ്യും. ജീറ്റർ ക്ലിക്കാകും, ബട്ടർഫ്ലൈ ക്ലിക്കും. ജീറ്റർ ക്ലിക്കായി ബ്രിഡ്ജ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അവൻ്റെ ഹാൻഡ് ക്യാം കണ്ടിട്ടുണ്ട്. പിന്നെന്താണ് അവൻ ക്രിസ്റ്റ് ഒരു പൊളി PC പ്ലെയറാണ്. ഭയങ്കര എന്നുവെച്ചാൽ കണ്ടിട്ടില്ലേ, ഭയങ്കര പ്രോ ആയിട്ടുള്ള PC പ്ലെയർ അവനാണ് തോപ്പിച്ച. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അവൻ്റെ നെയിം ടാഗിയാക്കിയ ക്രിസ്റ്റ് CHR7ST എന്നല്ലേ ഉള്ളൂ. അതിൽ വേറെ നമ്പറും കൂടി ഉണ്ടായിരുന്നില്ല എന്ന് മറ്റവൻ്റെ പേര്. അതെന്താണെന്നറിയോ, അവനിടയ്ക്ക് പേര് മാറ്റി വരും. നിങ്ങൾ അവൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ സ്കിന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പോകാൻ പ്രോ ആയിക്കോന്ന്. പക്ഷേ ഇവൻ ആ PC ന്യൂബാണല്ലോ. അല്ല PC ന്യൂബല്ലായിരുന്നു, ഇത്തിരി പ്രോ ആയിരുന്നു. ഇപ്പോൾ നേരത്തെ വന്ന PC കണ്ട ആ ഗെയിമാണ് ഞാൻ പറഞ്ഞ PC തോപ്പിക്കൊന്ന്. അയ്യോ ഇത് എത്രാമത്തെ ഗെയിമായിരുന്നു? PC 4th ആയിരുന്ന തേർഡായിരുന്നു. ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഞാൻ 4th എന്നല്ലേ പറഞ്ഞ. എത്രയെങ്കിലും ആവട്ടെ. നിങ്ങൾ എണ്ണിയിട്ട് വേണമെങ്കിൽ പറയണ്ട, നിങ്ങൾ എണ്ണി നോക്ക്. ഞാൻ എണ്ണും വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ. പിന്നെ ഇത് വോയിസ് ഓവറാണ്. വോയിസ് ഓവറല്ലാണ് രസം. ഞാനത് ബ്ലോക്ക് അടിച്ചു. പക്ഷെ അവൻ അവിടെ നിന്ന് ചാടാൻ പറ്റില്ല. ഞാനെന്ത് പൊട്ടന്താരം കാണിച്ചാൽ മണ്ടെന്ന്. അവൻ മോളിട്ട് നോക്കില്ല, എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഞാൻ ട്രാപ്പായി. ഞാൻ ദൂരെ നിൽക്കും, കാരണം മോളിൽ നിന്ന് വന്നൊരു ക്രിറ്റ് ആയിക്കും. ക്രിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എനിക്ക് ഇത്തിരി അറിയാം ക്രിറ്റൊക്കെ. ഞാൻ എന്താണ് സെൻസിറ്റിവിറ്റി എനിക്കിട്ട് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ള എന്നുവെച്ചാൽ 63 എന്നുവെച്ചാൽ ഭയങ്കര കുറവാണ് ആ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ. 63 ഭയങ്കരമല്ല, ഇത്തിരി കുറവാണ് സാധാരണ ആൾക്കാരെ വെച്ച് നോക്കാം. നോർമൽ യൂട്യൂബേഴ്സൊക്കെ 78 ഇടും, ചിലവർ 40 അത് പ്രശ്നമില്ല. 40 എനിക്ക് ലോ സെൻസിറ്റിവിറ്റിയാണ് ബെറ്റർ. അപ്പോൾ ഞാൻ ഇത്തിരി ചെറുതാണ്, ഇത്തിരി കുറവാണ്, പക്ഷേ കൂടുതലാണ് ഇത്തിരി.
അത്ര സെൻസിറ്റീവിൽ കളിച്ചിട്ട് ആരെങ്കിലും 100 സെൻസിറ്റീവ് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? 78-83 സെൻസിറ്റീവിൽ കളിക്കുന്ന പ്ലെയേഴ്സിനാണെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിലും കളിക്കാൻ പറ്റും. എനിക്ക് അത്ര പ്രശ്നം തോന്നിയില്ല. കണ്ടോ, ഞാൻ കുറച്ച് ഗെയിമൊക്കെ ജയിക്കണ്ടായിരുന്നു. അല്ല, പ്രാക്ടീസ് ചെയ്തിട്ടില്ല, അത് വേറെ കാര്യം. അതിൽ എന്നുവെച്ചാൽ നമുക്ക് ഇത്തിരി ബെഡ് വാർസിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. എന്നുവെച്ചാൽ ഇത്തിരി നമുക്ക് സ്കില്ലല്ല അറിയാൻ കളിക്കാമെങ്കിൽ പിന്നെ നമുക്ക് സെൻസിറ്റിവിറ്റി അത്ര പ്രശ്നമില്ല. 63 ആണെങ്കിൽ ഇപ്പോൾ അവൻ അവിടെ വെച്ച് തന്നെ തോപ്പിച്ചങ്ങനെ. ചുമയല്ല എന്നാണ് സൗണ്ട് മാറി. മറ്റേ ബ്രിഡ്ജ് ഞാൻ നിർത്തിക്കളഞ്ഞതാണ്. അതെന്താണെന്ന് അറിയും. അപ്പോൾ ബ്രിഡ്ജ് ചെയ്തുകൊണ്ട് ഇത്തിരി കൂടി സ്ലോ. അവൻ്റെ കയ്യിൽ 3 ഫയർ ബോളുണ്ട്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ എന്തൊന്നും വാങ്ങിയില്ലെന്ന്. കണ്ടോട്ടാ, വേറെ ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? എന്നെ ഫയർ ബോൾ എറിയും. ചിലപ്പോൾ ഞാൻ വീണവന് ഞാൻ ഇവിടെ വന്ന് നിൽക്കണ്. അപ്പം ഞാൻ അടുത്ത് വന്ന് നിൽക്കും. ഇവിടെ നിന്ന് തന്നെ അടിക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ ദൂരെ ബാക്കിൽ പോകും. ചിലപ്പോൾ രക്ഷപ്പെടും. എൻ്റെ ആട്ട് കണ്ടോ, ഞാൻ ചാടി വന്ന് ഒരടി ചത്ത്. ക്രിറ്റല്ലായിരുന്നു, ഐറൺ സോഡ്. ഈ ലാസ്റ്റ് മാച്ച് ആര്യൻ കുന്തും 987. യു ആർ വിൻ സ്ട്രീക്ക്. എൻ്റെ ടോപ്പ് വിൻ സ്ട്രീക്ക് എന്ന് പറഞ്ഞാൽ 7 വിൻ സ്ട്രീക്ക് എനിക്ക് വന്നിട്ടുണ്ട്. അടുപ്പിച്ചല്ല, സേവായി പോകുന്നു. ഇതുവരെ തോറ്റിട്ടില്ലെങ്കിൽ ആ വിൻ സ്ട്രീക്ക് സേവ് ആവും. ഞാൻ പിറ്റേ ദിവസം കളിച്ചപ്പോൾ 7, അത് കഴിഞ്ഞിട്ട് 10 ആയി തോന്നുന്നു പിറ്റേ ദിവസം കളിച്ചപ്പോൾ. എന്നുവെച്ചാൽ ഇന്നത്തെ നാളെ എന്ന് പറയണ പോലെ. അവൻ ചാടി തന്നെ അടിക്കാനല്ല, പക്ഷേ ചാടിയില്ല. ഇവൻ ഇത്തിരി നല്ലോണം കളിക്കണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഇത്തിരി പക്ഷെ പേര് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. കുന്തുവാ, പക്ഷെ ഇത്തിരി ഇവൻ ഐക്യു കുറവാണ്. അതെനിക്കും ഇല്ലല്ലോ. അയ്യോ, ഇവൻ എവിടെ വന്നാൽ ചാടണമെന്ന് കണ്ടോ കേട്ടോ. ഭയങ്കര ബുദ്ധിയാണ് ഇവന്. ഇപ്പം ചാടണമുണ്ടോ, ഞാൻ TNT ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ മൂടി വെക്കണേ. പക്ഷേ അവസാനത്തിൽ ഇവൻ പൊട്ടിക്കും. അവിടെ നിന്നെങ്കിൽ പിന്നെ രക്ഷപ്പെടില്ലായിരുന്നു. അല്ല, അവിടെ നിന്നാലും ഇത്തിരിയൊക്കെ ചാൻസ് ഉണ്ട് രക്ഷപ്പെടാൻ. നല്ല കളിയുണ്ടായിരുന്നു. 4 ആക്കിയിട്ടാണ് പോകാം. ഇപ്രാവശ്യം എനിക്കാണെങ്കിൽ മറ്റേത് ഇങ്ങനെ സൈഡ് ജമ്പ് ചെയ്ത് പോകാമായിരുന്നു ബ്ലോക്ക് വെച്ചിട്ട്. പക്ഷേ റിസ്ക് അല്ലേ, എനിക്ക് നേരമില്ല. എനിക്ക് ഇവനെ തോപ്പിക്കണമല്ലോ. അവൻ അങ്ങോട്ട് പോയി. ഇവനിപ്പോഴാണ് ശ്രദ്ധിച്ചാൽ ഇതിൽ അവൻ എന്നെ തോപ്പിക്കും. ഇതെന്താണെന്ന് അടിയിട്ടായി പോയി. അതുകൊണ്ടാണ് സ്പൂക്കിഡ് എന്തെന്ന് ഇതൊക്കെ. അവൻ ടോട്ടലി സ്പൂക്കിടുന്നതായിട്ടല്ല. അവനാണ് ഇപ്പോൾ പോണത്. അവിടെ ബ്ലോക്ക് വെച്ചേക്കണേ ഞാൻ വരാണ്ടിരിക്കാൻ. അവൻ അറിഞ്ഞൂലില്ല അവൻ വന്നെന്ന്. 1 കേട്ടോ. പിന്നെ ഞാൻ മുകളിൽ കയറാൻ നോക്കും, പക്ഷെ പറ്റില്ല. ആദ്യം ഞാൻ വിചാരിക്കും വേണ്ട, ടൈം വേസ്റ്റ് ആവും. പിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്യും. ഫയർ ബോൾ ഉണ്ടായിരുന്നു. ഇതെനിക്ക് ഇത്തിരി പോലും ഡാമേജ് കൊണ്ടില്ല. അവൻ അവിടെ നിന്ന് വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അവനെന്താ അറിയൂലേ, ഞാൻ ഇവിടെ നിൽക്കണ്ട അടിക്കൂലേ. അവൻ മുകളിലിട്ട് ബ്രിഡ്ജ് ചെയ്തോന് ഇട്ട് മുകളിലിട്ട് പോണ്. ഒരടിയും അടി കൊടുത്തായിരുന്നു. പക്ഷെ മുകളിലിട്ടായി പോയി സ്ക്രീൻ. കൊല്ലും. ഞാൻ അവനെ കൊല്ലുമെന്ന് കേട്ടോ പറഞ്ഞ. സോറി അവൻ എന്നെ കൊല്ലും മറന്നുപോയി. എൻ്റെ ആട്ട് കണ്ട അതെന്താണെന്നറിയാവും. അതെനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. എന്താണ്, അവൻ ബ്ലോക്കിൻ്റെ അവിടെ കൂടി അടിച്ച് കണ്ടില്ലായിരുന്നു. പക്ഷെ ഇത്തിരി ഭാഗം മാത്രം, ഇത്തിരി ബോക്സ് മാത്രമല്ലേ പുറത്തു പോയുള്ളൂ. വീണ്ടും ഫയർ ബോൾ വാങ്ങി വെച്ചേക്കണം. പക്ഷെ വർക്കായില്ല. എത്ര ആട്ടാന്നൊക്കെ. ഞാൻ ഐറൺ ആർമർ വാങ്ങിക്കണം. ആദ്യം ആപ്പിളിൽ നിന്നിട്ടും പാടാ പൊട്ട. ഐറൺ സോഡ് കാരണം എൻ്റെ ഹാർട്ട് കണ്ട ബെഡ് പൊട്ടിക്കും. പക്ഷേ ഇല്ല, പൊട്ടിക്കൂല. അതെന്താണെന്ന് അറിയാം, ഇടയ്ക്ക് ഞാൻ സ്വിച്ച് ചെയ്യൂല സാധനം. എൻ്റെ ശരിക്കും GUI സ്കെയിൽ 0 ആയിരുന്നു. എന്ന് വെച്ചാൽ പണ്ടത്തെ വീഡിയോയിൽ കണ്ടിട്ടില്ലേ, ഇൻവെൻട്രി വലുതായിട്ടിരിക്കണം. ഇതിപ്പോൾ 1 കിടക്കണം. എന്ന് വെച്ചാൽ ഇതിൽ 0 എന്ന് പറഞ്ഞാൽ പണ്ടത്തെ 17ൻ്റെ അപ്ഡേറ്റിലൊക്കെ ഉണ്ട്. ഇപ്പോഴും 21.70 ലാസ്റ്റ് ക്ലയൻറ്റിൻ്റെ അപ്ഡേറ്റില്ലേ, അതിലൊക്കെ ഉണ്ട് ഇപ്പോഴും ആ 0ൻ്റെ. പക്ഷേ അതിലെ 1 ഇതിലെ 0. ഇതിൽ പിന്നെ 2 ഇല്ല. ഇതിലെ 1 അതിലെ 2. പക്ഷേ 2 എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായില്ല. അപ്പോൾ പിന്നെ ഇതിലെ 1ൻ്റെ കാര്യം പറയണം. ഫയർ ബോൾ മിസ്സായിപ്പോയി. TNT ഉണ്ടായിരുന്നു, ബെഡ് പോയി. ഈ കളി ആര് ജയിക്കും എനിക്ക് തന്നെ അറിയില്ല. ഞാൻ എന്തിനാ കവർ ചെയ്യണം ഇങ്ങനെ? സൈഡിൽ കവർ ചെയ്തിട്ടൊന്നും കാര്യമില്ല. അവൻ TNT ഇടും, 2 ഇടും. ആദ്യത്തേൽ പൊട്ടൂല. അതേപോലെ തന്നെ ഞാനും ഇട്ട് കൊടുക്കും. പക്ഷെ ബെഡ് പൊട്ടണ്ടേ, TNT ഫയർ ബോളും കൂടി എറിഞ്ഞേക്കണേ. കണ്ടോട്ടാ, അവൻ ജമ്പായ കണ്ട ബൗൺസ്.
പക്ഷേ ബെഡ് പൊട്ടിക്കാൻ ഞാൻ കൊടുത്തില്ല. അതങ്ങനെ ഇടയ്ക്ക് എനിക്ക് ഈഗോ കയറി കളിക്കും. ഈഗോ കയറി എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടിട്ടില്ലേ? ഈഗോ എത്ര ഡാമേജ് കൊടുക്കും അത്ര ഡാമേജ്. വെജിറ്റേനെ ഉദ്ദേശിച്ചല്ല കേട്ടാ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഡ്രാഗൺ ബോൾ ക്യാരക്ടറാണ് വെജിറ്റോ, അൾട്രാ വെജിറ്റോ. കോൾ മീ എർജൻ്റെ സീരീസ്. മണ്ടന് വീണ്ടും ഓടി ഇട്ടു. ഫയർ ബോളറിന് അവൻ്റെ ആട്ട്. അങ്ങനെ എനിക്ക് ഞാൻ ബ്ലോക്ക് ചെയ്ത് എന്തിനാണെന്നറിയോ? ഇവൻ വരാണ്ടിരിക്കാനാണ്. ഒരു ഫയർ ബോളർ ഉണ്ടെന്ന് എനിക്കറിയോ. വീണ്ടും ബ്ലോക്ക്. മണ്ടൻ വീണ്ടും ഓടിപ്പോകണം. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ അതേപോലെ തന്നെ, പക്ഷെ ഞാൻ ബെഡ് ഡിസ്ട്രോയ് ചെയ്യും. രണ്ടെണ്ണം ഒരുമിച്ചിടും. അവൻ എൻ്റെ അങ്ങോട്ടോടും, പക്ഷേ തിരിച്ചു വന്നെ അഭിനയിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എന്ത് കാര്യം അഭിനയിച്ചിട്ട്. ഞാനിപ്പോൾ കോമ്പോ അടിച്ചാണ്ടോ. പിന്നെ ഒരു ബഗ്ഗായിട്ടാ വോയിസ് ഓവർ പിന്നെ റെക്കോർഡും വേറെ സമയത്താണ് വന്നത്.